ഹായ് ഗൈസ്, വെൽക്കം ടു കാനല ലേണിംഗ്സ്. സോ നമ്മൾ റിവിഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എക്സാം ഒക്കെ അടുത്തതുകൊണ്ട് റിവിഷൻ ചെയ്യായിരുന്നു അല്ലേ? സോ നമുക്ക് ബയോളജി 10th ബയോളജിയിലെ 3rd ചാപ്റ്റർ റിവൈസ് ചെയ്ത് നോക്കിയാലോ? ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. സോ നമ്മൾ ഒരു പാർട്ടിൽ ഇത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുന്ന കാര്യമാണ്. സോ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും തീർക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. 3rd ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. എന്താണ് ഹോമിയോസ്റ്റാസിസ്? നമുക്കറിയാം നമ്മുടെ ബോഡിന്റെ ഉള്ളിൽ ഒരു നോർമൽ സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? എങ്ങനെയാണ് നോർമൽ സ്റ്റഡി സ്റ്റേറ്റ് കീപ്പ് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് പല ഓർഗൻസ്, ഡിഫറെന്റ് ഓർഗൻസിന്റെയും അതുപോലെ തന്നെ ഡിഫറെന്റ് സിസ്റ്റത്തിന്റെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹോമിയോസ്റ്റാസിസിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽ മെസ്സേജുകൾ അഥവാ ഹോർമോണുകളെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ? നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തിനാ? ഡൈജഷൻ നടത്താൻ. റെസ്പിറേറ്ററി സിസ്റ്റം എന്തിനാ? നമുക്ക് റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗ്ലൂക്കോസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യാൻ. അതുപോലെ നെർവസ് സിസ്റ്റം ഉണ്ട്. എന്തിനാ? നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്കും പങ്കുണ്ട്? നെർവസ് സിസ്റ്റത്തിനും പങ്കുണ്ട്. ഓക്കെ, ഇതിന് പുറമെ ഒരാളും കൂടെ ഉണ്ട്, എൻഡോക്രൈൻ സിസ്റ്റം. അതാണ് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം. ഏതാണ്? എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ് പഠിക്കും. അതുപോലെ തന്നെ ആ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ചിട്ടും പഠിക്കും. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന ഹോർമോൺ, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നൊക്കെ നോക്കണം. സോ നോക്കിയേ, എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. പല എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉണ്ട്. ഓക്കെ, ആ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്നും ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ ഹോർമോൺസിന് ഫംഗ്ഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡിന്റെ ഉള്ളിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് വരും അല്ലേ? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 126 മില്ലിഗ്രാം പെർ 100 ml കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഡയബറ്റീസ് വരും. സോ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കൊരു ഹോർമോൺ ഉണ്ട്, ഇൻസുലിൻ. ഇൻസുലിൻ നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. പ്രായമായ ആൾക്കാർ ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടാവും അല്ലേ? സോ നിങ്ങൾ ഇൻസുലിൻ കേട്ടിട്ടുണ്ടാവും. സോ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ്. ഓക്കെ, സോ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഹോർമോണുകളുണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇനി ഒരു കാര്യം, ഹോർമോണുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ ബോഡിയിൽ നിന്ന്? ഞാൻ പറഞ്ഞു പല ഓർഗൻസ്, എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരെ? ഹോർമോണുകൾ. ഈ ഹോർമോണുകൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അത് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഡക്റ്റ് ഇല്ല, വെസലോ ഒന്നുമില്ല. പിന്നെ എന്തിലൂടെയാണ് പോകുന്നത്? ബ്ലഡിലൂടെ. നമ്മുടെ ഹോൾ ബോഡി സർക്കുലേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഉണ്ട് അല്ലേ? ഒരു KSRTC ട്രാൻസ്പോർട്ട് ബസ് മാതിരി എല്ലായിടത്തും പരന്ന് എത്തുന്നുണ്ട് ആര്? ബ്ലഡ്. സോ ബ്ലഡിലൂടെയാണ് ആരെത്തുന്നത്? ഹോർമോൺസുകൾ ടാർഗറ്റ് സൈറ്റിലോട്ട് എത്തുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ടാർഗറ്റ് സൈറ്റ്? ഒരു ഹോർമോണിന് എവിടെയാണോ ഫംഗ്ഷൻ ഉള്ളത് അതാണ് ആ ഹോർമോണിന്റെ ടാർഗറ്റ് സൈറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ് ടീച്ചർ രാവിലെ എണീറ്റിട്ട് മീൻ മാർക്കറ്റിൽ പോയിട്ട് അവിടെയുള്ള ആളുകളോട് ഇതാണ് ഹോർമോൺ, ഇതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? ഓക്കെ, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലേ? അതായത് ടീച്ചറുടെ ഫംഗ്ഷൻ എവിടെയല്ല? മീൻ മാർക്കറ്റിലല്ല, എവിടെയാണ്? ക്ലാസ്സിലാണ് അല്ലേ? ഇതുപോലെ ഓരോ ഹോർമോണിനും ഓരോ ടാർഗറ്റ് സൈറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് സൈറ്റിൽ മാത്രമേ അതിന് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് ടാർഗറ്റ് സൈറ്റ്. ഓക്കെ അല്ലേ? ഇനി ബ്ലഡിലൂടെയാണ് ഇത് പോവാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ നമ്മൾ എന്ത് വിളിക്കും അറിയോ? ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്. ഡക്റ്റ് ഇല്ലാത്ത ഡക്റ്റ്ലെസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അതൊന്ന് ഓർത്ത് വെച്ചോണ്ട് കേട്ടോ. സോ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ നമ്മൾ എന്ത് വിളിക്കും? ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്. ഡക്റ്റ്ലെസ് ഗ്ലാൻഡ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. സോ ബ്ലഡിലൂടെ അത് പോകും. ടാർഗറ്റ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് വെസലിൽ നിന്നും അത് പുറത്തോട്ട് ഇറങ്ങും. ഈ ഡയഗ്രം നോക്കി നിങ്ങൾ, ഹോർമോൺ ടു ദ ടാർഗറ്റ് സെൽ എന്നുള്ള ഈ ഡയഗ്രം ഇതിൽ കാണിക്കുന്നുണ്ട് എന്ത്? ബ്ലഡ് വെസലിലൂടെ ആര് പോകുന്നുണ്ട്? നമ്മുടെ ഹോർമോൺ പോകുന്നുണ്ട്. ടാർഗറ്റ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് ഇറങ്ങും? ബ്ലഡ് വെസലിൽ നിന്ന് ഇറങ്ങും. എന്നിട്ടോ ടാർഗറ്റ് സൈറ്റിലുള്ള സെല്ലിൽ കാണുന്ന റിസെപ്റ്റർമലോട് ബൈൻഡ് ചെയ്യും. എന്താ റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ? ഈ ഹോർമോണുകളോട് ബൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണ് ആര്? ഈ പറയുന്ന റിസെപ്റ്റർ. ഓക്കെ അല്ലേ? റിസെപ്റ്റർമലോട് ആര് ബൈൻഡ് ചെയ്യും? ഹോർമോൺ. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്ന അറിയോ? ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ്. ഓക്കെ, സോ ബ്ലഡ് വെസലിലൂടെ വന്ന് ടാർഗറ്റ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് വെസലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് റിസെപ്റ്റർമേൽ ബൈൻഡ് ചെയ്യും. എന്നിട്ടോ എന്താണോ ആ ഹോർമോണിന്റെ ഫംഗ്ഷൻ ആ ചേഞ്ച് അവിടെ മേക്ക് ചെയ്യും. എങ്ങനെ? ഹോർമോണുകൾ എന്ത് ചെയ്യിപ്പിക്കും? എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്തായിരുന്നോ ആ ഹോർമോണിന്റെ ഫംഗ്ഷൻ അത് അവിടെ ചെയ്യിപ്പിക്കും. ഓക്കെ, അതായത് ഹോർമോൺ ഉള്ളിൽ ചെന്നിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നല്ല, എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഫംഗ്ഷൻ നടത്തും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഹോർമോൺ ടാർഗറ്റ് സൈറ്റിൽ എത്തുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ആദ്യത്തെ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കണം. ഏതാ നമ്മൾ പഠിക്കുന്നത്? പാൻക്രിയാസ്. പാൻക്രിയാസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്മുടെ പാൻക്രിയാസിൽ വെച്ചിട്ട് 2 ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെയാ? ഇൻസുലിനും ഗ്ലൂക്കഗോണും. നമ്മുടെ പാൻക്രിയാസിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ. ഇതാണ് നമ്മുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ. കണ്ടോ നിങ്ങൾ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിൽ 2 ടൈപ്പ് ഓഫ് സെൽ ഉണ്ട്. ആൽഫ സെല്ലും ഉണ്ട്, ബീറ്റാ സെല്ലും ഉണ്ട്. ബീറ്റാ സെൽ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഇൻസുലിൻ. ആൽഫ സെല്ലോ ഗ്ലൂക്കഗോൺ. ഓക്കെ അല്ലേ? ബീറ്റാ സെൽ ഉണ്ടാക്കുന്നതാരാ?
പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിലുള്ള ബീറ്റാ സെൽ. ഓക്കെ, പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിലെ ബീറ്റാ സെല്ലാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ ഇൻസുലിന്റെ ജോലി? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുക. നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യിപ്പിക്കുന്ന പണിയാണ് ആർക്ക്? ഇൻസുലിൻ ഉള്ളത്. എന്താ ഗ്ലൂക്കോഗോണിന്റെ ഫംഗ്ഷൻ? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുക. ആരാ ഗ്ലൂക്കോഗോൺ ഉണ്ടാക്കിയത്? പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിലുള്ള ആൽഫ സെൽ. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ഇൻസുലിനും ഗ്ലൂക്കോഗോണും. നമുക്ക് ഗ്ലൂക്കോസിന് ഒരു നോർമൽ ലെവൽ ഉണ്ട്. അതായത് 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ, എത്ര ml? 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 70 to 110 മില്ലിഗ്രാമേ ആര് പാടുള്ളൂ? ഗ്ലൂക്കോസ് പാടുള്ളൂ. അപ്പം 110 കൂടി കഴിഞ്ഞാൽ അത് കുറയ്ക്കണ്ടേ? അതുപോലെ 70 കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടുകയും വേണ്ടേ? അങ്ങനെ നോർമൽ സ്റ്റേറ്റിൽ കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണുകളാണ് ആര്? ഇൻസുലിനും ഗ്ലൂക്കോഗോണും. ഇൻസുലിൻ എങ്ങനെയാണ് കുറക്കുന്നത് നോക്കണം. ഇൻസുലിൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നോക്കിയേ, ഇൻക്രീസ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. സെല്ലുകളെ കൊണ്ട് ആര് അപ്ടേക്ക് ചെയ്യിപ്പിക്കും? ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്യിപ്പിക്കും. എവിടെ നിന്ന്? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ സെല്ലുകളെ കൊണ്ട് അപ്ടേക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് വൺ. അടുത്തത് എന്താണെന്നറിയോ? കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ആൻഡ് സ്റ്റോഴ്സ് ഇൻ ലിവർ ആൻഡ് മസിൽ. അതായത് എക്സസ് ആയിട്ട് ബ്ലഡിൽ കാണുന്ന ഗ്ലൂക്കോസുകളെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും? ലിവറിലും മസിലിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്നത്. ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ കുറയ്ക്കുന്നത്? സെല്ലുലാർ അപ്ടേക്ക് കൂട്ടും, അല്ലെങ്കിൽ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. ആരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും? സെല്ലുകളെ കൊണ്ട് ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്യിപ്പിക്കും. അടുത്തത് എന്താ? എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിലും മസിലിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ? അതാണ് ഇൻസുലിൻ ചെയ്യുന്ന കാര്യം. സപ്പോസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 70 താഴ്ന്നു. ആ ഒരു സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടണം. അതാര് ചെയ്തോളും? ഗ്ലൂക്കോഗോൺ ചെയ്യിപ്പിച്ചോളും. എങ്ങനെയാ ഗ്ലൂക്കോഗോൺ ചെയ്യിപ്പിക്കുന്നത്? ഫസ്റ്റ് വൺ, കൺവേർട്ട് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. നമുക്കറിയാം നമ്മുടെ ലിവറിൽ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്തത്, ലിവറിൽ. ആ ഗ്ലൈക്കോജനെ തിരിച്ചെന്താക്കിയിട്ട് മാറ്റും? ഗ്ലൂക്കോസിനെ ആക്കിയിട്ട് മാറ്റും. ഓക്കെ അല്ലേ? സോ ബ്ലഡിലോട്ട് കുറച്ച് ഗ്ലൂക്കോസ് ലെവൽ കൂടിയില്ലേ? അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. അമിനോ ആസിഡുകളിൽ നിന്ന് എന്ത് സിന്തസൈസ് ചെയ്യുക? ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുക. എന്താ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിരുന്നു അല്ലേ? അല്ലെങ്കിൽ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആയിരുന്നു എന്ത്? അമിനോ ആസിഡ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഗ്ലൂക്കോഗോൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നതും ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നതും. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു കാര്യം നോക്കാണ്ട്, നമുക്കറിയാം നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ എത്രയാണ്? 70 to 110. എത്ര ml ബ്ലഡിൽ? 100 ml ബ്ലഡിൽ. സപ്പോസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോഗോണിന്റെ പ്രൊഡക്ഷൻ എന്താവും? ഡിക്രീസ് ആവും. കാരണം ഗ്ലൂക്കോഗോണിന്റെ പരിപാടി എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. 110 കൂടുതലാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്നുണ്ടെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഗ്ലൂക്കോഗോണിന്റെ പ്രൊഡക്ഷൻ കുറയണം. ഓക്കെ അല്ലേ? ആ സമയത്ത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ എന്താവും? ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ്. ഓക്കെ അല്ലേ? ആ ഒരു സമയത്ത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂടും. ഓക്കെ, സപ്പോസ് ഇനി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 70 കുറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക? ഗ്ലൂക്കോഗോണിന്റെ പ്രൊഡക്ഷൻ കൂടും, ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയും. ഓക്കെ അല്ലേ? സോ ആ ഒരു സമയത്ത് ഗ്ലൂക്കോഗോണിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും, അതുപോലെ ഇൻസുലിന്റെ പ്രൊഡക്ഷനോ ഡിക്രീസ് ആവും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് പരിപാടി. അപ്പൊ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ 70 to 110 മില്ലിഗ്രാം. എത്ര ml ബ്ലഡിൽ? 100 ml ബ്ലഡിൽ. ഓക്കെ, ഇനി നമുക്ക് സപ്പോസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഫെയിൽ ആയി എന്ന് വിചാരിച്ചോ, നന്നായിട്ട് കൂടി എന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് വരുന്ന ഡിസീസാണ് ഇത് ഡയബറ്റീസ് അഥവാ പ്രമേഹം. ഓക്കെ അല്ലേ? ഇൻസുലിന്റെ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ കാരണം എന്ത് വരാം? ഡയബറ്റീസ് വരാം. അതുപോലെ ഉണ്ടാവുന്ന ഇൻസുലിൻ നമ്മുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ടിരുന്നാൽ എന്ത് വരാം? ഡയബറ്റീസ് വരാം. അങ്ങനെ എന്തുണ്ട്? ടൈപ്പ് 1 ഡയബറ്റീസും ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ട്. നമുക്ക് നോക്കണം അതിനെ കുറിച്ചിട്ടൊക്കെ. സോ നോർമലി നമുക്ക് എന്തുണ്ടാവാറില്ല എന്നറിയോ? നമ്മുടെ യൂറിനിലൊന്നും ഗ്ലൂക്കോസ് ഉണ്ടാവാറില്ല. സപ്പോസ് നമുക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിൽ എന്തിന്റെ പ്രസൻസ് കാണാം? ഗ്ലൂക്കോസിന്റെ പ്രസൻസ് കാണും. ഓക്കെ അല്ലേ? ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 126 കൂടി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുന്നേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 126 കൂടുതലാണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ് നമുക്ക് പറയാം? ഡയബറ്റിക് ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ 126 കൂടുതലാണ് കാണുന്നുണ്ടെങ്കിൽ അയാൾ ഡയബറ്റിക് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? സോ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഡിഫക്റ്റീവ് ആവുക, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയാണ് എന്ത് വരുന്നത്? ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുക? നമ്മൾ മെഡിസിൻ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? ഇൻസുലിൻ ബോഡിയിലോട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് ഇത് വന്നതെന്ന് അറിയോ? നമ്മുടെ ബോഡിയിലുള്ള ടി ലിംഫോസൈറ്റ് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെല്ലിനെ കേടുവരുത്തിയിട്ട്,
അല്ലെങ്കിൽ നമ്മുടെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെൽ ഇല്ലേ, അതിന് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന WBC ഡിസ്ട്രക്ട് ആക്കുമ്പോൾ ബീറ്റാ സെല്ലിന്റെ എമൗണ്ട് കുറയും. സോ ബീറ്റാ സെൽ ഉണ്ടാക്കുന്ന ഇൻസുലിന്റെ അളവും കുറയും. അങ്ങനെയാണ് എന്ത് വരുന്നത്, ടൈപ്പ് 1 വരുന്നത്. ഇനി ടൈപ്പ് 2 എങ്ങനെയാ വരുന്നത്? നമ്മുടെ ടാർഗറ്റ് സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇൻസുലിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ അല്ലേ, ഇൻസുലിന് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആർക്ക്, ടാർഗറ്റ് സെല്ലിന്. അങ്ങനെയാണ് എന്ത് വരുന്നത്, ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. ഇതിന്റെ റീസൺ എന്തൊക്കെയാണെന്നറിയോ? ഒബസിറ്റി കാരണം വരാം, അതുപോലെ തന്നെ ജീൻ ഡിഫക്റ്റ് കാരണവും വരാം. ഓക്കെ, ഇനി ഇത് വന്നു കഴിഞ്ഞാൽ എന്താ ട്രീറ്റ്മെന്റ്? ഹെൽത്ത് കൺട്രോൾ ചെയ്യുക, അഥവാ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, പ്രോപ്പർ മെഡിസിൻ എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുക്കുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഗ്ലാൻഡ്, ഇപ്പൊ നമ്മൾ പാൻക്രിയാസ് തീർത്തു. പാൻക്രിയാസിലുള്ള ഇൻസുലിൻ പറഞ്ഞു, ഗ്ലൂക്കോഗോണും പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ ഗ്ലാൻഡ് തീർത്തു. രണ്ടാമത്തെ ഗ്ലാൻഡ് ഏതാണെന്നറിയോ? തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാ കാണുന്നത്? നമ്മുടെ ട്രക്കിയന്റെ റീജിയനിൽ. എവിടെയാ കാണുന്നത്? ട്രക്കിയന്റെ റീജിയനിൽ. അതും ലാരിങ്സ് അഥവാ സൗണ്ട് ബോക്സിന്റെ അടിയിലായിട്ടാണ് എന്ത് കാണുന്നത്, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് കാണുന്നത്. 2 ലോബുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ ഡയഗ്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 2 ലോബുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതിൽ തൈറോയിഡ് ഗ്ലാൻഡിന് ഒരുപാട് പങ്കുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് മെയിൻലി 2 ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാ? തൈറോക്സിനും കാൽസിറ്റോണിനും. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തൈറോക്സിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ് ആദ്യം നോക്കുക. നമ്മുടെ ബോഡിയിലുള്ള എനർജി പ്രൊഡക്ഷൻ കൂട്ടുക. എന്ത് കൂട്ടുക? എനർജി പ്രൊഡക്ഷൻ കൂട്ടുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസത്തിന്റെ റേറ്റ് കൂട്ടുക. ഓക്കെ അല്ലേ. ഇതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് കൂട്ടുക. എപ്പോഴൊക്കെ? ഫീറ്റൽ സ്റ്റേജിലും ഇൻഫന്റ് സ്റ്റേജിലും. അതായത് നമ്മൾ ജനിക്കുന്നതിന്റെ മുന്നേ അമ്മേന്റെ വയറ്റിലുള്ള ഒരു ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണ്ടേ, അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്തും വരണ്ടേ. ഇതൊക്കെ ആക്സിലറേറ്റ് ചെയ്യുന്നത് ആരാണ്? തൈറോക്സിൻ ആണ്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ റെഗുലേറ്റ് ദ ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. ഇനി ജനിച്ച് കുറച്ച് കഴിഞ്ഞൊരു കുട്ടിയായി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു ചൈൽഡ് ആയി എന്ന് വിചാരിച്ചോ, അപ്പോഴും നമ്മുടെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ തൈറോക്സിൻ. ഓക്കെ, സോ തൈറോക്സിന് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. സപ്പോസ് തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഹൈപ്പോ തൈറോയിഡിസം. അതായത് നമ്മുടെ ബോഡിയിൽ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറയുന്ന ഒരു സിറ്റുവേഷൻ. ഇനി ഇത് കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻഫന്റിലോ ഫീറ്റൽ സ്റ്റേജിലോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന കണ്ടീഷനാണ് ഏത്? ക്രെറ്റിനിസം. ക്രെറ്റിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറയാ. എപ്പം? ഡ്യൂറിങ് ഫീറ്റൽ സ്റ്റേജ് ഓർ ഇൻഫാൻസി. ഓക്കെ അല്ലേ. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് എന്തൊക്കെയാ? ഹൈൻഡ് പ്രോപ്പർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്. ദിസ് കണ്ടീഷൻ ഈസ് ക്രെറ്റിനിസം. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റൽ വളർച്ചയോ അതുപോലെ തന്നെ ഫിസിക്കൽ ഗ്രോത്തോ ഉണ്ടാവില്ല. അതായത് കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ ഡെവലപ്മെന്റും ഉണ്ടാവില്ല, ഫിസിക്കൽ ഗ്രോത്തും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ. ഇതാണ് ക്രെറ്റിനിസം. ഇനി അത് അഡൾട്ടിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിന് നമ്മൾ എന്ത് വിളിക്കും? മിക്സോയിഡിമ എന്ന് വിളിക്കും. അതായത് അഡൾട്ടിൽ പ്രൊലോങ്ഡ് ആയിട്ട് തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സിറ്റുവേഷൻ ആണെന്ത്? മിക്സോയിഡിമ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ കണ്ടീഷൻ എന്തൊക്കെയാ, അല്ലെങ്കിൽ സിംറ്റംസ് എന്തൊക്കെയാ? ലോ മെറ്റബോളിക് റേറ്റ്. നമ്മൾ പറഞ്ഞു തൈറോക്സിൻ മെറ്റബോളിക് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യൂലേ. സോ തൈറോക്സിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് റേറ്റും കുറയൂലേ? കുറയും. അതുപോലെ തന്നെ സ്ലഗിഷ്നെസ്, ഒരു മടി പോലെ. ഇൻക്രീസ് ഇൻ ബോഡി വെയിറ്റ് കൂടുക. ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടുക. അതുപോലെ തന്നെ ബോഡിയിൽ എന്ത് വരിക? ഇൻഫ്ലമേഷൻ വരിക, അവിടെ ഇവിടെയൊക്കെ നീര് കെട്ടുക. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ മിക്സോയിഡിമന്റെ മേജർ സിംറ്റം. സപ്പോസ് ഇനി തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണെന്ന് വിചാരിച്ചോ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഹൈപ്പർ തൈറോയിഡിസം. ദ കണ്ടീഷൻ ഇൻ വിച്ച് ഓൾ ലൈഫ് ആക്ടിവിറ്റീസ് കൺട്രോൾഡ് ബൈ തൈറോക്സിൻ ആക്സിലറേറ്റ് ഡ്യൂ ടു ദ കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ട് സോ എന്തൊക്കെയാ സിംറ്റംസ് ഉണ്ടാവുക? തൈറോക്സിൻ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടും. എന്തൊക്കെയാ? മെറ്റബോളിക് റേറ്റ് കൂടും, ബോഡി ടെമ്പറേച്ചർ കൂടും, എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടാവും, ഹാർട്ട് ബീറ്റ് കൂടും, വെയിറ്റ് ലോസ് ചെയ്യും, തടി കുറയും. ഓക്കെ, ഹൈപ്പോ തൈറോയിഡിസത്തിലായിരുന്നു വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ വെയിറ്റ് ലോസ് സംഭവിക്കുക. അടുത്തതോ ഇമോഷണൽ ഇംബാലൻസ്. എന്താ ഇമോഷണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ? ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതായത് എന്തെങ്കിലും ചെറിയൊരു സങ്കടം വന്നാൽ തന്നെ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവുന്ന ഒരു സ്റ്റേറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗോയിറ്ററിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗോയിറ്റർ? നമ്മുടെ ബോഡിയിൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ എലമെന്റ്? അയോഡിൻ. സപ്പോസ് അയോഡിൻ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യും. അതായത് തൈറോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കൂല. സോ അയോഡിന്റെ ആബ്സെൻസിൽ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ആകുമ്പോഴാണ് എന്ത് വരുന്നത്? നമുക്ക് ഗോയിറ്റർ വരുന്നത്. അങ്ങനെ തൈറോയിഡ് ഗ്ലാൻഡ് വീണ്ടും എന്ത് ചെയ്യും? തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് നടക്കുമോ? ഇല്ല. അങ്ങനെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗോയിറ്റർ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ. തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും. ഈ ഒരു കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. സോ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുള്ള ഒരു ഹോർമോൺ തീർത്തു. ഏതാ? തൈറോക്സിൻ. ഒരു ഹോർമോണും കൂടെ ഇല്ലേ? കാൽസിറ്റോണിൻ. കാൽസിറ്റോണിന്റെ പരിപാടി എന്താണെന്നറിയോ? ബ്ലഡ് കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക.
ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആരുടെ പരിപാടി? കാൽസിറ്റോണിന്റെ പരിപാടി. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയാം? കാൽസിറ്റോണിൻ ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കുറയ്ക്കും. ആവശ്യത്തിൽ കൂടുതൽ ബ്ലഡിൽ കാൽഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറക്കുന്ന ആളാണ് ആര്? നമ്മുടെ കാൽസിറ്റോണിൻ. ഓക്കെ അല്ലേ? ഇനി ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാനൊരു ഹോർമോൺ ഉണ്ട്. അതാരാണ്? പാരത്തോർമോൺ. സോ നമുക്ക് എങ്ങനെയാണ് ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കണം. നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുള്ള കാൽസിറ്റോണിനും അതുപോലെ തന്നെ പാരാതൈറോയിഡ് ഗ്ലാൻഡിലുള്ള പാരത്തോർമോൺ ഉണ്ട്. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ എത്രയാണ് ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ? നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 മുതൽ 11 മില്ലിഗ്രാം. എത്ര ml ബ്ലഡിൽ? 100 ml ബ്ലഡിൽ. 100 ml ബ്ലഡിൽ 9 to 11 മില്ലിഗ്രാമേ ആര് പാടുള്ളൂ? കാൽഷ്യം പാടുള്ളൂ. സപ്പോസ് അതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടുകയും വേണം, അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കുകയും വേണം. ഈ നോർമൽ ലെവലിൽ കീപ്പ് ചെയ്യണം. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഏതൊക്കെയാ? കാൽസിറ്റോണിനും പാരത്തോർമോണും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽസിറ്റോണിൻ ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയ്ക്കുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് ബ്ലഡ് കാൽഷ്യം ലെവൽ പാരത്തോർമോൺ കൂട്ടുന്നതെന്നും നോക്കണ്ടേ? നോക്കാം. സോ നോക്കിയേ, 100 ml എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രയാണ് നോർമൽ ലെവൽ? 9 to 11 മില്ലിഗ്രാം. കുറഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ട്? നമുക്ക് പാരത്തോർമോൺ ഉണ്ട്. ആരാ പാരത്തോർമോൺ ഉണ്ടാക്കുന്നത്? നമ്മുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. എവിടെയാ പാരാതൈറോയിഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തത്? തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്ക് സൈഡിൽ അല്ലേ? ഈ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ, ഈ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. നോക്കിയേ, ഇവിടെ 4 ലോബിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? അതാണ് ആര്? പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ഇത്? പാരാത്തോർമോൺ. ഈ പാരാത്തോർമോൺ ആണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടുന്നത്. ഓക്കെ, ഇനി എങ്ങനെ കാൽസിറ്റോണിൻ കുറക്കുന്നു, എങ്ങനെ പാരാത്തോർമോൺ കൂട്ടുന്നു നോക്കാം. നമുക്കറിയാം നമ്മുടെ കാൽഷ്യം എക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് എവിടെയാ സ്റ്റോർ ചെയ്ത് വെക്കുക? ബോണിൽ അല്ലേ? സോ കാൽസിറ്റോണിൻ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എക്സസ് ആയിട്ട് വരുന്ന കാൽഷ്യത്തിനെ എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും? ബോണിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. എവിടെയുള്ള എക്സസ് ആയിട്ടുള്ള കാൽഷ്യം? ബ്ലഡിലുള്ള കാൽഷ്യം. ഓക്കെ, ബ്ലഡിൽ കാൽഷ്യം എക്സസ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ളതിനെ എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും? ബോണിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ നമ്മുടെ ബോണിൽ നിന്ന് എങ്ങാനും ബ്ലഡിലോട്ട് ഈ പറയുന്ന കാൽഷ്യം മിക്സ് ആവുന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റും ചെയ്യും. അതായത് രണ്ട് കാര്യമാണ് ചെയ്യുക. എക്സസ് ആയിട്ടുള്ളതിനെ ബോണിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ ബോണിൽ നിന്ന് ബ്ലഡിലോട്ട് മിക്സ് ആവുന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റും ചെയ്യും. സോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണ് കാൽസിറ്റോണിൻ ബ്ലഡ് കാൽഷ്യം ലെവൽ കുറക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് പാരാത്തോർമോൺ ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടുന്നതെന്ന് നോക്കണം. നമുക്കറിയാം എക്സസ് ആയിട്ടുള്ള കാൽഷ്യത്തിന് എവിടെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ബോണിൽ അല്ലെ? സോ ബോണിൽ നിന്നും കാൽഷ്യത്തിന് എങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും? ബ്ലഡിലോട്ട് തിരിച്ചു കൊണ്ടുവരും. അതാണ് ഒരു പരിപാടി. ഓക്കെ, ഇനി അതുപോലെ ഒന്നും കൂടെ ഉണ്ട്. എന്താ? നമ്മുടെ ബ്ലഡ് ആരാ ഫിൽട്ടർ ചെയ്യുക? കിഡ്നിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് കാൽഷ്യത്തിന് അവർ അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ആ കാൽഷ്യത്തിന് തിരിച്ച് ബ്ലഡിലോട്ട് റീഅബ്സോർബ് ചെയ്യിപ്പിക്കും. ആര്? പാരാത്തോർമോൺ. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? പാരാത്തോർമോൺ ചെയ്യുന്നത്. അതുപോലെ കാൽസിറ്റോണിൻ രണ്ട് കാര്യം ചെയ്തിട്ട് ബ്ലഡ് കാൽഷ്യം ലെവൽ കുറച്ചുണ്ടായിരുന്നു അല്ലേ? സോ ഇങ്ങനെ ഇവർ എന്ത് റെഗുലേറ്റ് ചെയ്യും? 9 to 11 മില്ലിഗ്രാം ഇൻ 100 ml ബ്ലഡ് എന്നുള്ള രീതിയിൽ നോർമൽ സ്റ്റേറ്റിൽ കീപ്പ് ചെയ്യും കാൽഷ്യത്തിന്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഹോർമോൺ ആണ് പഠിക്കാനുള്ളത്. അതുപോലെ അടുത്ത ഗ്ലാൻഡ് ആണ് പഠിക്കാനുള്ളത്, തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? തൈമോസിൻ. എന്താ തൈമോസിന്റെ ജോലി? നമുക്കറിയാം നമ്മളുടെ ലിംഫോസൈറ്റ്, മെയിൻലി ടി ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷനും ആക്ടിവേഷനും അല്ലേ? അതാണ് ആരുടെ ജോലി? തൈമസ് ഗ്ലാൻഡിലുള്ള തൈമോസിന്റെ ജോലി. ഈ തൈമോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കുക. ഓക്കെ, ചെറിയ കുട്ടികളിൽ ഇത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അഡൾട്ടിലോട്ട് എത്തുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ്. അതായത് ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡ് ആക്റ്റീവ് ആയിരിക്കും, വെരി ആക്റ്റീവ് ആയിരിക്കും ഇൻഫൻസിയിൽ. അതുപോലെ തന്നെ നമ്മൾ പ്യൂബർട്ടി എത്തുന്നതോട് കൂടിയിട്ട് അതെന്താവും? കൺസ്ട്രിക്റ്റ് ആവും. ഇനി ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത്? തൈമോസിൻ. ഈ ഹോർമോണെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കുക. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്നാ പറയുന്നത്? നമ്മുടെ ടി ലിംഫോസൈറ്റിന്റെ ആക്ടിവിറ്റീസും മെച്ചുറേഷനും കൺട്രോൾ ചെയ്യാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ടി ലിംഫോസൈറ്റ്? ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. സോ ഇമ്മ്യൂണിറ്റിക്കുള്ള ടി ലിംഫോസൈറ്റിന്റെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അതിന്റെ മെച്ചുറേഷനും കൺട്രോൾ ചെയ്യാനാണ് ആരുടെ ജോലി? നമ്മുടെ തൈമസ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈമോസിന്റെ ജോലി. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കിഡ്നിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡാണ് ആര്? ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുലയിൽ നിന്നും അതുപോലെ തന്നെ കോർട്ടക്സിൽ നിന്നും എന്തുണ്ടാക്കുന്നുണ്ട്? ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നർ മെഡുലയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് ഏതൊക്കെ? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. എപ്പിനെഫ്രിന് നമ്മൾ എന്ത് വിളിക്കും? അഡ്രിനാലിൻ. അതുപോലെ നോർ എപ്പിനെഫ്രിനെ എന്തും കൂടെ വിളിക്കും? നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കും അല്ലേ? ഇനി ഇവർ ആരുടെ കൂടിയാ ഫംഗ്ഷൻ ചെയ്യുക? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അഥവാ സിമ്പതറ്റിക് സിസ്റ്റത്തിന്റെ കൂടെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടും. അത് ഏത് ഹോർമോൺസാ? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ആ ഹോർമോൺസ് ആണ് ഇത്. ഓക്കെ, അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്?
നമ്മുടെ ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി നോക്കി ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആക്ട്സ് along with the sympathetic nervous system during emergency. Thus we can resist or withdraw ourselves from such situation. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മളെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഈ ഹോർമോൺസ് അഥവാ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമ്പതറ്റിക്കിന്റെ കൂടെയാണ് ഇവർ ഫംഗ്ഷൻ ചെയ്യാന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നോർ അഡ്രിനാലിൻ നോക്കാം. നോർ അഡ്രിനാലിൻ ആരെ കൂടി ആക്ട് ചെയ്യുക? അഡ്രിനാലിന്റെ കൂടെ. ഈ അഡ്രിനാലിന്റെ കൂടെയാണ് ആര് ആക്ട് ചെയ്യുക? അഥവാ എപ്പിനെഫ്രിന്റെ കൂടെയാണ് ആര് ആക്ട് ചെയ്യുക? നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. ഓക്കെ, ഇനി നമുക്ക് കോർട്ടെക്സ് എന്നുള്ള ഹോർമോൺസിന് നോക്കണം. മെയിൻലി 3 ഹോർമോൺസ് ആണ്: കോർട്ടിസോൾ, ആൽഡോസ്റ്റീറോൺ, സെക്സ് ഹോർമോൺ. എന്താണ് കോർട്ടിസോളിന്റെ ജോലി എന്നറിയോ? ഗ്ലൂക്കോസിനെ സെക്രീറ്റ് ചെയ്യുക. എന്തിൽ നിന്നും ഗ്ലൂക്കോസിനെ സെക്രീറ്റ് ചെയ്യുക? പ്രോട്ടീനിൽ നിന്നും അതുപോലെ തന്നെ ഫാറ്റിൽ നിന്നൊക്കെ. അതാണ് ആരുടെ ജോലി? നമ്മുടെ കോർട്ടിസോളിന്റെ ഒരു ജോലി. അടുത്ത ജോലി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഡിഫൻസിന്റെ ആക്ഷൻസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യുക, ഡിഫൻസ് സെല്ലിന്റെ ആക്ഷൻസ് ഒക്കെ കുറയ്ക്കുക. ആരുടെ ജോലിയാണ്? കോർട്ടിസോളിന്റെ അടുത്ത ജോലി. അതുപോലെ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുക, അലർജി കൺട്രോൾ ചെയ്യുക. അതാണ് ഈ പറയുന്ന കോർട്ടിസോളിന്റെ അടുത്ത ജോലി. സോ മെയിൻലി എന്തൊക്കെയാണ് കോർട്ടിസോളിന്റെ ജോലി? ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുക പ്രോട്ടീനിന്നും ഫാറ്റിൽ നിന്നും. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് സെൽസിന്റെ ഒക്കെ ആക്ഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ അത് സ്ലോ ഡൗൺ ചെയ്യുക. അതുപോലെ അലർജിയും ഇൻഫ്ലമേഷനും കൺട്രോൾ ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്തതാണ് ആര്? ആൽഡോസ്റ്റീറോൺ. ആൽഡോസ്റ്റീറോണിന്റെ മെയിൻ ജോലി എന്താണെന്നറിയോ? വാട്ടർ സാൾട്ട് ബാലൻസ് കീപ്പ് ചെയ്യുക. നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ സാൾട്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെയാ? കിഡ്നിയിലൊക്കെ ആക്ട് ചെയ്തിട്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ആര്? നമ്മുടെ സെക്സ് ഹോർമോൺ. അതിന്റെ മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. ആൽഡോസ്റ്റീറോണിന് നമ്മുടെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ കഴിയും. ഓക്കെ, സോ ആൽഡോസ്റ്റീറോണിന്റെ ജോലിയാണിത് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും. അതുപോലെ ഇനി അടുത്ത ഹോർമോൺ ആണ് ഇത് സെക്സ് ഹോർമോൺ. സെക്സ് ഹോർമോണിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്താ? നമ്മുടെ സെക്സ് ഓർഗൻസിന്റെ ഒക്കെ ഡെവലപ്മെന്റ്. ഓക്കെ, അതിന്റെ ഒക്കെ മെച്ചുറേഷൻ ആണ് ആരുടെ ജോലി? ഈ പറയുന്ന സെക്സ് ഹോർമോൺസിന്റെ ജോലി. ഓക്കെ, ഈ പറയുന്ന എപ്പിനെഫ്രിനും അതുപോലെ നോർ എപ്പിനെഫ്രിനും എന്തിന്റെ കൂടെയാണ് ആക്ട് ചെയ്യുന്നത്? സിമ്പതറ്റിക്കിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ പ്രൊലോങ്സ് ബോഡി ആക്ടിവിറ്റീസ് ഫോർ എ ലോങ് ടൈം. നമ്മളുടെ ബോഡി ആ ഒരു ലോങ് ടൈമിന് വേണ്ടിയിട്ട്, ഇപ്പൊ പട്ടി കടിക്കാൻ വരുന്ന ഒരു സമയത്ത് ഒരുപാട് നേരം നമ്മുടെ ബോഡിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും ടൈം നമ്മുടെ ബോഡിനെ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും. പട്ടി പോകുന്നത് വരെ, അതുവരെ നമുക്ക് എനർജി ഉണ്ടാവും. പട്ടി പോയി നമ്മളൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? നമുക്ക് ആ ഒരു പേടിയൊക്കെ ഒന്ന് കുറയും അല്ലേ? അതിന് റീസൺ എന്താണ്? അഡ്രിനാലിന്റെയും നോർ അഡ്രിനാലിന്റെയും പ്രൊഡക്ഷൻ ബോഡിയിൽ കുറയും. സോ അത്രയും ടൈം വരെ നമ്മുടെ ബോഡിനെ പ്രൊലോങ്ഡ് ആയിട്ട് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ആര്? പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടും. എന്തുകൊണ്ടാ? നമ്മൾ രാവിലെ എണീക്കാനും അതുപോലെ രാത്രി കിടന്നുറങ്ങാനും ഒക്കെ റീസൺ ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്, മെലാറ്റോണിൻ. അത് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് പീനിയൽ ഗ്ലാൻഡാണ്. സോ പീനിയൽ ഗ്ലാൻഡ് നമ്മുടെ ബോഡിയിലുള്ള റിതമിക് ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യും. ഓക്കെ അല്ലേ? ജസ്റ്റ് ലൈക്ക് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നു, അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ പീനിയൽ ഗ്ലാൻഡ് നമ്മുടെ ബ്രെയിൻ്റെ സെൻറ്ററിലാണ് കാണുന്നത്. ഇത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഈ ഹോർമോൺ ആണ് നമ്മളെ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഈ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ രാത്രി സമയങ്ങളിൽ ഹൈ ആയിരിക്കും, നൈറ്റിൽ ഹൈ ആയിരിക്കും, ലോ ആയിരിക്കും എപ്പോൾ? ഡേ ടൈമിൽ. അതുകൊണ്ടാണ് രാത്രി നമ്മൾ ഉറങ്ങുന്നത്. അതായത് രാത്രി സമയത്ത് മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമുക്ക് ഉറക്കം വരും. മോർണിംഗ് സമയത്ത് അല്ലെങ്കിൽ ഡേ ടൈമിൽ മെലാറ്റോണിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, മെലാറ്റോണിൻ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഹോർമോൺ ആരും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു സ്പെസിഫിക് റീപ്രൊഡക്റ്റീവ് പീരിയഡിൽ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഉണ്ടാവും. അതായത് നമുക്കറിയാം സീസണൽ ബ്രീഡ് ചെയ്യുന്ന ഓർഗാനിസം അല്ലേ, അതുപോലെ റീപ്രൊഡക്ഷൻ ഒരു പീരിയഡിൽ മാത്രം നടത്തുന്ന ഓർഗാനിസത്തിനെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ? റീപ്രൊഡക്ഷന് ടൈം ആയിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ സെഷനിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചിട്ടും ഹൈപ്പോതലാമസിനെ കുറിച്ചിട്ടും പ്ലാന്റ് ഹോർമോൺസ് അതുപോലെ തന്നെ ഫെറമോൺസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.